നമസ്കാരം. എല്ലാ പി എസ് സിയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഭാഗം പഠിക്കേണ്ടതായിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യകാല കൃതികളും കർത്താക്കളും എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ പരീക്ഷകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പി എസ് സി ചോദിക്കുന്ന ഒരു മേഖലയാണിത്. ഈ അടുത്ത് പി എസ് സി ചോദിച്ച ചില ചോദ്യങ്ങൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യം ഞാൻ കരുതി ക്വസ്റ്റ്യൻസ് ക്രമീകരിക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട. കാരണം നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരു സെക്ഷൻ നമ്മൾ ചെയ്യും. അവിടെ ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ അടുത്ത് പി എസ് സി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് എന്നുള്ളത്. നമ്മൾ പണ്ട് കാലം മുതലേ കേട്ട് ശീലിച്ചൊരു കാര്യമാണ്, കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. എന്നാൽ അടുത്ത ചോദ്യം വന്നത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ, മറ്റൊന്ന് ആദ്യത്തെ സൈബർ നോവൽ, മറ്റൊന്ന് ആദ്യത്തെ ഓഡിയോ നോവൽ. ക്ലിയർ അല്ലേ? അപ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരമായി വരുന്നു. ഇനി ഈ അടുത്ത പ്രത്യേകിച്ച് നമ്മുടെ KS എക്സാമിന് ഉൾപ്പെടെ കണ്ടൊരു ചോദ്യമുണ്ട്, ആദ്യത്തെ ചവിട്ട് നാടകം ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം എഴുതാൻ നമുക്ക് പറ്റണം, അല്ലെ? അതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു? മലയാളത്തിലെ ആദ്യ കൃതികൾ എന്നൊരു ഭാഗം നമ്മൾ പഠിക്കുന്നു. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടതെന്ന്. ശ്രദ്ധിച്ചേ. ഇതിൽ മലയാളത്തിലെ ആദ്യ കാവ്യം ഏത് എന്നതാണ് ആദ്യ ചോദ്യം. മലയാളത്തിലെ ആദ്യ കാവ്യം നമുക്കറിയാം, നിസ്സംശയം നമുക്ക് പറയാം, അത് രാമചരിതമാണ്. മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ്? രാമചരിതം. ഈ രാമചരിതം എഴുതിയിരിക്കുന്നത് ചീരാമകവിയാണ്. ചീരാമകവി അഥവാ ചീരാമൻ. ഇത് പാട്ടുപ്രസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. പാട്ടുപ്രസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഒരു കൃതി. ഇതിനകത്തെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മണിപ്രവാള മാതൃകയിലുള്ള ഭാഷ എന്നാണ് വാദം. അപ്പോ എന്താണ് മണിപ്രവാളം എന്നറിയണം, അല്ലെ? മണിപ്രവാളം ഞാനിവിടെ സൈഡിൽ കുറിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മണിപ്രവാളം, ഇതല്ലേ മക്കളെ വാക്ക്? മണിപ്രവാളം. ഇതിൽ മണിയും പ്രവാളവും ഉണ്ട്. മണി എന്നാൽ മാണിക്യം. ഓക്കെ അല്ലെ? മാണിക്യം, അതാണ് മണി എന്ന് പറയുന്നത്. മണി എന്ന് പറയുന്നത് എന്താണ്? മാണിക്യം. എങ്കിൽ പ്രവാളമോ? പ്രവാളം എന്താണെന്ന് അറിയണ്ടേ? അത് പവിഴമാണ്. പ്രവാളം എന്താണ്? പവിഴം. ഓക്കെ അല്ലെ? അപ്പൊ മണി മാണിക്യവും പ്രവാളം പവിഴവുമാണ്. ഇതിൽ ഏതൊക്കെയാണ് മാണിക്യം, എന്താണ് പവിഴം, അല്ലെ മക്കളെ? ഇതിൽ മാണിക്യമായി പി എസ് സി ഉത്തരമാണ്. മാണിക്യം മലയാള ഭാഷയും പവിഴം സംസ്കൃതവുമാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവ ഇടകലർന്ന് വരുന്ന ഭാഷയാണ് മണിപ്രവാളം. ഇനി പാഠ്യപ്രസ്ഥാനത്തിലെ ആദ്യ കൃതി എന്ന് ഞാൻ പറഞ്ഞു, ഏകദേശം 13-14 നൂറ്റാണ്ടുകൾക്കിടയിൽ എപ്പോഴും എഴുതപ്പെട്ടതാണ് കൃതി എന്നാണ് വിശ്വാസം. അപ്പൊ നിങ്ങൾ ചോദിക്കില്ലേ, സാർ അതിലെ ഭാഷ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിന്റെ രീതികളെന്ന്? ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ പറയുന്ന ചിരാമന്റെ രാമചരിതത്തിലെ ആദ്യത്തെ 2 വരി പറഞ്ഞുതരാം. വരി ഇങ്ങനെയാണ്: കാനനങ്ങളിലരൻ കളിയുമായി കരുണിയായി കാർന്നെടും കണ്ണിമ തമ്മിൽ വിളയാട് തടന്റെ ആനനം വടിവുള്ളോർ ആന വടിവായി എതിരിത്താതിയെ നല്ല വിനായകൻ എന്നോരവനെ. ഒന്നുകൂടെ. കാനനങ്ങളിൽ അരൻ ഹരൻ എന്നാണ്. കാനനങ്ങളിൽ ഹരൻ, കരിയുമായി, കരി ആന അല്ലെ, ആണാന. ഇനി കരുണിയായി പെണ്ണാന. അവര് അല്ലെങ്കിൽ അവരിൽ നിന്ന് രൂപം കൊണ്ട അല്ലെങ്കിൽ എന്താണ് ജനിച്ച മകൻ അതാരാണ്? ഗണപതി, ആനത്തലയൻ ഗണപതി. അപ്പൊ ഗണപതിയെ സ്തുതിക്കുന്നതാ. സത്യത്തിൽ ഇതിന്റെ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇതിലെ ഒന്നും തന്നെ നമ്മുടെ ഭാഷ, അതായത് മലയാളവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അതിലെ ഭാഷ? അതാണ് മണിപ്രവാള ഭാഷ. ക്ലിയർ അല്ലേ? അപ്പോ രാമചരിതം എഴുതിയിരിക്കുന്ന ചീരാമനാണ്. ഇതാണ് മലയാളത്തിലെ ആദ്യ കാവ്യം. എങ്കിൽ ശ്രദ്ധിച്ചേ, അവിടെ മറ്റൊരു ചോദ്യം ഞാൻ തരാം. ചോദ്യം ഇങ്ങനെയാണ്: മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കാവ്യം ഏതാ? മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കാവ്യം ഏതാണ്? അതാണ് ഉണ്ണിയച്ചി ചരിതം. ഓക്കെ അല്ലെ? എന്താണ്? ഉണ്ണിയച്ചി ചരിതം. അപ്പൊ ഇത് അജ്ഞാത കർത്തൃകമാണ്, ആരെഴുതിയെന്ന് നമുക്ക് അറിയില്ല. ഇനി മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം അതാണ് ഉണ്ണുനീല് സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീല് സന്ദേശം. ഇതും ഒരു അജ്ഞാത കർത്തൃകമാണ്, ആരെഴുതിയെന്ന് അറിയില്ല. അതായത് നായികയും നായകനും ഉണ്ടാകും. അതിൽ ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റൊരാളെ വിട്ട് ദൂരെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് അവർ എഴുതുന്നതാണിത്, അല്ലെ? ഇനി മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരം എങ്ങനെയാണ്? മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരം, ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരം അതാണ് ഭാഷാ കൗടില്യം. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരം ഏതാണ്? ഭാഷാ കൗടില്യം. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരം ഏതാ? ഭാഷാ കൗടില്യം. ഇനി
ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ മഹാകാവ്യം അതാണ് കൃഷ്ണഗാഥ. എങ്ങനെയാണ്? ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ. പക്ഷേ ആദ്യ മഹാകാവ്യം എന്ന് പറഞ്ഞ് PSC പലപ്പോഴും അംഗീകരിച്ച് കണ്ടിട്ടുള്ളത് രാമചന്ദ്രവിലാസത്തെയാണ്. ഞാനത് അവിടെ വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യ മഹാകാവ്യമായി എന്തിനെ കണക്കാക്കാം? കൃഷ്ണഗാഥ. ഇത് ഉള്ളൂരിന്റെ അഭിപ്രായമാണ്. ഇത് എഴുതിയത് ചിറശ്ശേരി നമ്പൂതിരിയാണ്. ഉള്ളൂരാണ് ഇങ്ങനെ ഒരു അവകാശവാദം പറയുന്നത്, ഇതാണ് ആദ്യത്തെ മഹാകാവ്യം എന്ന്. എന്നാൽ മറ്റു പണ്ഡിതന്മാർ അത് അംഗീകരിക്കുന്നില്ല. ഇനി കേരളത്തിൽ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമായിരുന്നു ശുഖസന്ദേശം. എങ്ങനെയാണ്? കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമാണ് ശുഖസന്ദേശം. ഒന്നുകൂടെ, മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമാണ് ശുഖസന്ദേശം. ശുഖസന്ദേശം എഴുതിയത് ലക്ഷ്മിദാസനാണ്. ഓക്കെ അല്ലെ മക്കളെ? കൃഷ്ണഗാഥയെ കുറിച്ച് ഒരു കുഞ്ഞു കാര്യം പറയാതെ പോകാൻ തരവില്ല. കൃഷ്ണഗാഥ നമുക്കറിയാം ചിറശ്ശേരി നമ്പൂരിയാണ് എഴുതിയിട്ടുള്ളത്. ഗാഥാ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ്. ഗാഥാ പ്രസ്ഥാനത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കും അത് തന്നെയാണ് അല്ലെ. കാരണം ഓർത്തു വെക്കുന്നത് അത്രയേറെ ഇമ്പോർട്ടന്റ് ആണത്. അപ്പോൾ ചെറുശ്ശേരി നമ്പൂതിരി, അദ്ദേഹത്തെ നമ്മൾ ഋതുക്കളുടെ കവി എന്നാണ് വിളിക്കുക. ഋതുക്കളുടെ കവി. സെറ്റ് അല്ലേ മക്കളെ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? മുന്നോട്ട് പോകുന്നു. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് ഏതാണ്? എങ്ങനെ? മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് അതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് അതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. രാമപുരത്ത് വാര്യരാണ് എന്താണ് കൂടെ ഉള്ളത് അല്ലെ? രാമപുരത്ത് വാര്യരാണ് എഴുതിയിട്ടുള്ളത്. ഓർത്തു വെക്കുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ശ്രീകൃഷ്ണൻ അല്ലെ? ശ്രീകൃഷ്ണനെ കാണാനായിട്ട് സുഹൃത്തു കൂടിയായുള്ള കുചേലൻ അല്ലെ? കുചേലൻ വരുന്നതാണ് കാഴ്ച. അവിടെ നമുക്കറിയാം കുചേലൻ എന്താണ്? ദാരിദ്ര്യത്തിന്റെ എക്സ്ട്രീം വെർഷനിൽ നിൽക്കുന്നു. കൃഷ്ണനാണെങ്കിലോ അദ്ദേഹം രാജാവാണ്. അപ്പൊ അദ്ദേഹത്തെ കാണാനായിട്ട് കുറച്ച് ചിബിടകവും അല്ലെങ്കിൽ ചിബിടം അല്ലെങ്കിൽ ചിബിടകം അല്ലെ? അല്ലെങ്കിൽ ചിബിടം എന്ന് പറയാം നമുക്ക്. മുഷിഞ്ഞ ചിബിടകം അല്ലെ? അതായത് അവലും കൊണ്ടാ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ തന്റെ ദാരിദ്ര്യത്തെയാണ് ആ മനുഷ്യനോട് തുറന്നു കാണിക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി എങ്ങനെയാണ്? മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി അതാണ് കല്യാണ സൗന്ദര്യം തുള്ളൽ. ഇത് എഴുതിയത് കുഞ്ചൻ നമ്പ്യാരാണ്. ഒന്നുകൂടെ, കല്യാണ സൗന്ദര്യം തുള്ളൽ എഴുതിയതാരാ? കുഞ്ചൻ നമ്പ്യാർ. കല്യാണ സൗന്ദര്യം തുള്ളൽ എഴുതിയതാരാ? കുഞ്ചൻ നമ്പ്യാർ. എങ്കിൽ എന്റെ സംശയം, ഈ എന്താണ് കല്യാണ സൗന്ദര്യം എന്ന പേരിൽ ആട്ടക്കഥ വന്നിട്ടുണ്ട്. കല്യാണ സൗന്ദര്യം എന്ന പേരിൽ എന്ത് വന്നിട്ടുണ്ട്? ആട്ടക്കഥ വന്നിട്ടുണ്ട്. ഈ ആട്ടക്കഥ എഴുതിയ ആരെങ്കിലും അറിയാവോ? കല്യാണ സൗന്ദര്യം ആട്ടക്കഥ എഴുതിയതാ? ഞാൻ രണ്ടുപേരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കാർത്തിക തിരുനാൾ, നമ്മുടെ ധർമ്മരാജ. മറ്റൊന്ന് കോട്ടയം തിരുനാൾ അല്ലെ? കോട്ടയം തിരുനാളല്ല, കോട്ടയം തമ്പുരാൻ. ഓക്കെ അല്ലെ? കോട്ടയം തമ്പുരാൻ. അപ്പൊ ഇവർ രണ്ടുപേരും എന്ത് എഴുതിയിട്ടുണ്ട്? കല്യാണ സൗന്ദര്യം ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. പക്ഷെ തുള്ളൽ ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടേത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം, സത്യത്തിൽ ആദ്യത്തെ ലക്ഷണമൊത്ത മാത്രമല്ല, ആദ്യത്തേത് രാമചന്ദ്രവിലാസം എന്ന് പറയേണ്ടി വരും. രാമചന്ദ്രവിലാസം. എന്താണ്? രാമചന്ദ്രവിലാസം. മക്കളെ, എഴുതിയ ആളുടെ പേര് അഴകത്ത പത്മനാഭക്കുറുപ്പ്. പത്മനാഭം, നാഭിയിൽ പത്മത്തോടു കൂടിയവൻ. ഓക്കെ അല്ലെ? ഇനി മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. ആദ്യത്തെ ഖണ്ഡകാവ്യം. അതേസമയം ലക്ഷണമൊത്തത് വീണപൂവ. വീണപൂവ്. ഈ മലയവിലാസം എഴുതിയിരിക്കുന്നത് AR രാജരാജവർമ്മ. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേരള പാണി എന്നാ. ഓക്കെ അല്ലെ? കേരള പാണിനി. സെറ്റ് അല്ലേ? ഇനി നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം അതാണ് വീണപൂവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്ന രാജ്ഞി കണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം നിന്റെയാ ഭൂതി പൊന്നു രംഗ് കിടപ്പതോർത്താൽ. ഓക്കെ അല്ലെ? അപ്പൊ അത് വീണപൂവാണ്. ഈ വീണപൂവ് കുമാരനാശാൻ എഴുതിയ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ്. ലക്ഷണമൊത്ത കാൽപ്പനിക കാവ്യമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ വീണപൂവ് എഴുതപ്പെടുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ ജൈനിമേട് വെച്ചിട്ടാണ്. ഓക്കെ അല്ലെ? എവിടെ വെച്ചാണ്? പാലക്കാട് ജില്ലയിൽ ജൈനിമേട് വെച്ചിട്ട്. ഒന്നുകൂടെ, എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ ജൈനിമേട് വെച്ചിട്ട്. ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥം അതാണ് കേരളോൽപ്പത്തി. എങ്ങനെയാണ്?
മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥമാണ് കേരളോൽപ്പത്തി. കേരളോൽപ്പത്തി എഴുതിയിരിക്കുന്ന ഹെർമൻ ഗുണ്ടട്ട. മക്കളെ അപ്പോ ഹെർമൻ ഗുണ്ടട്ട എന്തെഴുതി? കേരളോൽപ്പത്തി എഴുതി. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതായിരുന്നു? മലയാള ഭാഷാ വ്യാകരണം. മലയാള ഭാഷാ വ്യാകരണം. മലയാള ഭാഷാ വ്യാകരണം. ഓക്കെ അല്ലേ? മലയാള ഭാഷാ വ്യാകരണം. ഓക്കെ, അത് എഴുതിയതാരാ? ഹെർമൻ ഗുണ്ടട്ട. ഹെർമൻ ഗുണ്ടട്ട. ഇനി മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം, മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം അതാണ് കേരള പാണ്ഡ്യം. ആധികാരിക വ്യാകരണ ഗ്രന്ഥം ഏതാ? കേരള പാണ്ഡ്യം. എഴുതിയതാരാ? AR രാജരാജവർമ്മ. മക്കളെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണ ഗ്രന്ഥം എന്ന് പറയുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം. കേരള പാണിനീയം. അത് എഴുതിയിരിക്കുന്ന AR ആണ്. സത്യത്തിൽ AR അങ്ങനെ ഒരു വ്യാകരണം തയ്യാറാക്കണം എന്നുള്ള ചിന്തയിലൊന്നും അല്ല ചെയ്തത്. അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഗ്രാമറുകൾ ഒന്നുമില്ല എന്ന്, അല്ലെങ്കിൽ ഗ്രാമർ ടെക്സ്റ്റുകളോ ഗൈഡുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തന്റെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഗ്രന്ഥമായിരുന്നു കേരള പാണ്ഡ്യം. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ ഗ്രന്ഥത്തിന് തമിഴില് ഒരു വൈയാകരണനുണ്ട്. തമിഴിൽ ഒരു വൈയാകരണനുണ്ട്. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? തമിഴിൽ ഒരു വൈയാകരണനുണ്ട്, അതാണ് പാണിനി മഹർഷി. ആ പാണിനി മഹർഷിയുടെ പാണിനീയം എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥത്തിന്റെ മാതൃകയിലാണ് AR മലയാള വ്യാകരണം തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ARനെ കേരള പാണി എന്ന് വിളിച്ചത്. എന്ത് വിളിച്ചു? കേരള പാണി. സെറ്റല്ലടാ, മുന്നോട്ട് പോകുന്നു. ഇനി മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അതായിരുന്നു ഭാഷാ വ്യാകരണം. ഓർത്തു വയ്ക്കുക, ഭാഷാ വ്യാകരണം. ഇനി മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം, മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം, മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏതാണെന്നറിയാവോ? അതാണ് ഒരു വിലാപം. അത് CS സുബ്രഹ്മണ്യം പോറ്റിയുടെ ആണ്. ഓക്കെ അല്ലെ? CS സുബ്രഹ്മണ്യം പോറ്റി. മക്കൾ ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യ വിലാപകാവ്യം ഏതാ? അത് ഒരു വിലാപമാണ്, CS സുബ്രഹ്മണ്യം പോറ്റി. ഈ അടുത്ത് PS ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് CS സുബ്രഹ്മണ്യം പോറ്റിയുടെ കൃതിയാണ് ഒരു വിലാപം എന്നൊക്കെ പറഞ്ഞ് വിലാപം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, വിലാപ സത്യത്തിൽ എഴുതിയത് P വത്സലയാണ്. വിലാപം എഴുതിയതാരാ? P വത്സല. ഒരു വിലാപമാണ് ആരുടേത്? നമ്മുടെ അത് CS സുബ്രഹ്മണ്യം പോറ്റിയുടെ ആണ്. സെറ്റല്ലേ? മാറിപ്പോലെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണേ. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ അതാണ് കുന്തലത. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാ? കുന്തലത. മക്കളെ, കുന്തലത ആരുടെയാണ്? അപ്പു നെടുങ്ങാടി. കുന്തലത ആരുടേതാ? അപ്പു നെടുങ്ങാടി. എങ്കിൽ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ, മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ അതാണ് ഇന്ദുലേഖ. ലക്ഷണമൊത്ത ആദ്യ നോവൽ ഏതാ? ഇന്ദുലേഖ. എഴുതിയതാരാ? O ചന്തുമേനോൻ. എഴുതിയതാരാ? O ചന്തുമേനോൻ. ഇനി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ അതാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. എഴുതിയതാരാ? അത് CV രാമൻപിള്ള. എഴുതിയതാരാ? CV രാമൻപിള്ള. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞ കൃതികളൊക്കെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ കൃതികൾ ഓരോന്നും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റൂ. ഓക്കെ അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ സാഹിത്യകൃതി എന്നോ ആദ്യ നോവൽ എന്നോ വിളിക്കുക. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി എന്നോ നോവൽ എന്നോ വിളിക്കുക. എന്താണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങുന്നത് 1933-ലാണ്. 1933. ഒന്നുകൂടെ, 1933. ക്ലിയർ അല്ലേ? ഈ CV രാമൻപിള്ളയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, കേരള സ്കോട്ട്. എങ്ങനെ വിളിക്കുന്നു? കേരള സ്കോട്ട്. വാഗ്ദേവതയുടെ വീരഭടൻ. വാഗ്ദേവതയുടെ വീരഭടൻ എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇനി നോക്കിയേ, മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ, മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അതായത് ഡിറ്റക്റ്റീവ് ടൈപ്പ് നോവൽ, അപസർപ്പകം, കുറ്റാന്വേഷണം. പേര് കേട്ട് പേടിക്കേണ്ട, പേര് സിമ്പിളാ. അതാണ് ഭാസ്കര മേനോൻ. എന്താണ്? ഭാസ്കര മേനോൻ. ഒന്നുകൂടെ, എന്താണ്? ഭാസ്കര മേനോൻ. അപ്പോൾ മലയാളത്തിലെ ആദ്യ സാഹിത്യ നിരൂപണം ഏതാ? ആദ്യ സാഹിത്യ നിരൂപണം അത് CP അച്യുതമേനോന്റെ സാഹിത്യ വിമർശനങ്ങളാണ്. CP അച്യുതമേനോന്റെ സാഹിത്യ വിമർശനങ്ങൾ. CP അച്യുതമേനോന്റെ സാഹിത്യ വിമർശനങ്ങൾ. ഓക്കെ അല്ലെ? അപ്പൊ ഓർത്തു വയ്ക്കുക, CP അച്യുതമേനോന്റെ സാഹിത്യ വിമർശനങ്ങളാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ നിരൂപണ ഗ്രന്ഥം. ഈ എന്താണ് CP അച്യുതമേനോന്റെ കൃതി, അത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, മലയാളത്തിലെ ആദ്യ നോവൽ
അല്ലെ? ആദ്യ നോവൽ നമ്മൾ പറഞ്ഞു ഏതാണ്? ഈ പറയുന്ന കുന്തലതയാണെന്ന് പറഞ്ഞു. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നാടകം ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ നാടകം അതാണ് മണിപ്രവാള ശാകുന്തളം. ആദ്യ നാടകം ഏതാ? മണിപ്രവാള ശാകുന്തളം. ആദ്യ നാടകം ഏതാ? മണിപ്രവാള ശാകുന്തളം. എഴുതിയത് കേളവർമ്മ വലിയകോയി തമ്പുരാൻ. കേളവർമ്മ വലിയകോയി തമ്പുരാൻ. അതായത് നമ്മുടെ ആരുടെ കാളിദാസന്റെ ശാകുന്തളത്തെ, അഭിജ്ഞാന ശാകുന്തളത്തെ മലയാളത്തിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു? മൊഴിമാറ്റം ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? എന്ത് വിളിക്കുന്നത്? പറഞ്ഞോ. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് മൈൻഡിൽ, ഞാനിങ്ങനെ ചോദിക്കും, നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് 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 പറഞ്ഞു വരിക. ഓക്കെ അല്ലേ? അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? കേരള കാളിദാസൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വിളിക്കുന്നുണ്ട്? കേരള കാളിദാസൻ. കേരള കാളിദാസൻ. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഓക്കെ അല്ലേ? ഇനി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം അതാണ് പാട്ടബാക്കി. ഓക്കെ അല്ലേ? ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാ? പാട്ടബാക്കി. ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാ? പാട്ടബാക്കി. ഒന്നുകൂടെ, ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാ? പാട്ടബാക്കി. മക്കളെ സെറ്റ് അല്ലേ? ഓർത്തു വെക്കാൻ പറ്റില്ലേ? പാട്ടബാക്കി. ഈ പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരൻ. പാട്ടബാക്കി എഴുതിയത് ആരാ? കെ ദാമോദരൻ. നാടകമാണ്, നാടകം. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സാമൂഹ്യ നാടകം അതാണ് മറിയാമ്മ, അല്ലെ? മറിയാമ്മ നാടകം. മറിയാമ്മ എഴുതിയത് കൊച്ചീപ്പൻ തരകൻ. മറിയാമ്മ നാടകം എഴുതിയത് കൊച്ചീപ്പൻ തരകൻ. സെറ്റ് അല്ലടാ? എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകം അത് കാറൽ മഞ്ചേതമാണ്, ചിന്നത്തമ്പി അണ്ണാവി. ഓക്കെ അല്ലേ? എന്താണ്? ചിന്നത്തമ്പി അണ്ണാവി. നമുക്കറിയാം ഈ ചവിട്ടാടകം കൊണ്ടുവരുന്നത് തന്നെ ചിന്നത്തമ്പി അണ്ണാവിയും വേദനായകൻ പിള്ളയും ചേർന്നിട്ടാ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആ. ഇനി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ, ആദ്യത്തെ ചെറുകഥ, ആദ്യത്തെ ചെറുകഥ അതാണ് വാസന വികൃതി. വാസന വികൃതി എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ആരെഴുതി? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ഓക്കെ അല്ലേ? നിങ്ങളെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ്. ഗദ്യ സാഹിത്യത്തിനകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് ഈ പറയുന്ന വാസന വികൃതി തന്നെയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. ഓക്കെ അല്ലേ? എന്താണ്? ഇക്കണ്ടക്കുറുപ്പ്. ഒന്നുകൂടെ, ഇക്കണ്ടക്കുറുപ്പ്. സെറ്റ് അല്ലേ? അപ്പൊ ഇക്കണ്ടക്കുറുപ്പാണ് വാസന വികൃതിയിലെ നായകൻ. ഇനി മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം, ഇതും ഈ അടുത്ത് PS ചോദിച്ചിട്ടുണ്ടായിരുന്നു. യാത്രാ വിവരണ ഗ്രന്ഥം അതാണ് വർത്തമാന പുസ്തകം. എന്താണ്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം എഴുതിയത് ആരാ? പാറേമക്കൾ തോമാക്കത്തനാർ. അല്ലെ? ആരാണ്? പാറേമക്കൾ തോമാക്കത്തനാർ. ഇനി ശ്രദ്ധിച്ചേ, മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി എങ്ങനെയാണ്? മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി അതാണ് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. എങ്ങനെയാണ്? ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. ഇനി ഇതേ കൃതി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ്. സെറ്റ് അല്ലേ? അതായത് കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം അതാണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലി. സത്യത്തിൽ ഇവിടെ അച്ചടിയും വിദ്യാഭ്യാസമൊക്കെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മനുഷ്യനാണ് ബെഞ്ചമിൻ ബെയ്ലി. സെറ്റ് അല്ലേ? ഓർത്തു വെക്കാലോ. ഇനി മലയാള ലിപി നോക്കിയ മക്കളെ, മലയാള ലിപി. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാ? അത് ഹോർത്തൂസ് മലബാറിക്കസ്. ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഒന്നുകൂടെ, ഹോർത്തൂസ് മലബാറിക്കസ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം അതാണ് വിശുദ്ധ ത്രേസ്യയുടെ ജീവചരിത്രം. ഓക്കെ അല്ലേ? ഓർത്തു വെക്കുക, ആദ്യത്തെ ജീവചരിത്രമാണ് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്രം എന്നുള്ളത്. ഓക്കെ, അത് ചരിത്ര സംക്ഷേപം അതുകൂടെ ഉണ്ട്. വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇത് എഴുതിയത് ആരാണ്? മാർസിനോസ് പുരോഹിതനാണ്. മാർസിനോസ് പുരോഹിതൻ. ഓക്കെ അല്ലേ? എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഏതാണ്? ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഏതാണ്? അത് വൈക്കത്ത് പാച്ചുമൂത്തതിന്റെയാണ് ആത്മകഥ സംക്ഷേപം. ആത്മകഥ സംക്ഷേപം. ആത്മകഥ സംക്ഷേപം. ഓക്കെ അല്ലേ? ഇനി മലയാളത്തിലെ ആദ്യത്തെ അല്ലെ, ആദ്യ സമഗ്രവും ആധികാരികവുമായ മലയാള ഗ്രന്ഥം, മലയാളത്തിലെ അതായത് ആദ്യത്തെ ഒരു നിഘണ്ടു, മലയാളം നിഘണ്ടുവാണത്. അതാണ് മലയാളം നിഘണ്ടു ശബ്ദധാരാവലി. എന്താണ്? ശബ്ദധാരാവലി. എന്താണ്? ശബ്ദധാരാവലി. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ വിജ്ഞാനകോശം ഏതാ? ആദ്യ വിജ്ഞാനകോശം സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. ഇനി മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാ? മലയാള ഭാഷാ ചരിത്രം. മലയാള ഭാഷാ ചരിത്രം എഴുതിയത് P ഗോവിന്ദപിള്ള. ആരാണ്? P ഗോവിന്ദപിള്ള. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ എന്താണ് ശാസ്ത്ര ഗ്രന്ഥം അതാണ് ഗോവസൂരി പ്രയോഗം അഥവാ വസൂരി നിയന്ത്രണം.
ഓക്കെ അല്ലേ? എന്താണ് ഗോവസൂരി പ്രയോഗം അഥവാ വസൂരി നിയന്ത്രണം. അതെഴുതിയത് സഞ്ജി പഴനി. ഓക്കെ അല്ലേ? ആരെഴുതി? സഞ്ജി പഴനി. ഇനി മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ അതാണ് നൃത്തം. ആദ്യത്തെ സൈബർ നോവൽ ഏതാ? നൃത്തം. ആദ്യത്തെ സൈബർ നോവൽ ഏതാ? നൃത്തം. എഴുതിയതാരാ? എം മുകുന്ദൻ. എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദൻ. ഓക്കെ അല്ലേ? എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാ? മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണ് എന്റെ പേര്. എന്താണ്? ഇതാണ് എന്റെ പേര്. ഓക്കെ അല്ലേ? എന്താണ്? ഇതാണ് എന്റെ പേര്. ഓർത്തു വെച്ചോണം. അപ്പൊ ഒന്നുകൂടെ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഇതാണ് എന്റെ പേര്. എഴുതിയതാരാ? സക്കറിയ. ക്ലിയർ അല്ലടാ? ഈ ഒരു ഭാഗത്ത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ആദ്യകാല കൃതികളും അവയുടെ കർത്താക്കളെയാണ് പറഞ്ഞത്. ഈ ഒരു ഭാഗം നന്നായി പഠിച്ചു വെക്കുക. ഇനിയും ഇതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടും. അത് ഇതോടൊപ്പം ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.